सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। श्रुतिस्मृतिपुराणानाम् आलयं करुणालयं नमामि भगवत्पादं शङ्करं लोकशङ्करम्। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഡൽഹിയിൽ ഒരു ഗീതാജ്ഞാന യജ്ഞം നടത്തിയിട്ട് ഇപ്പോൾ കുറച്ചു കാലമായി. മൂന്ന് പ്രാവശ്യം 4 പ്രാവശ്യം ഇവിടെ നടത്താൻ പറ്റിയിട്ടുണ്ട് എന്നാണ് ഓർമ്മ. ഏതായാലും അന്ന് പതിവായി ക്ലാസ്സിൽ വരുന്ന പലരും ഇപ്പോഴും ഇവിടെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഭഗവത്ഗീത ഏതെങ്കിലും ഒരു അധ്യായം എടുക്കുന്നതിന് പകരം സമ്പൂർണ്ണ ഗീതാജ്ഞാന യജ്ഞം എന്ന പേരിലാവാം എന്നൊന്ന് നിർദ്ദേശിക്കുകയായിരുന്നു. കാരണം ഗീതയുടെ കുറെ കാര്യങ്ങൾ, ഇപ്പോൾ ഓരോ അധ്യായം മാത്രം നമ്മൾ പറയുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പറയാനുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ വിട്ടുപോയിട്ടുണ്ട് എന്നുള്ളത് കേൾക്കുന്ന നിങ്ങൾക്കും പറയുന്ന സ്വാമിക്കും അങ്ങനെ ഒരു ബാക്കി നിൽക്കുന്നു. അപ്പൊ കഴിയുന്നതും അതൊക്കെ ഒന്ന് നമുക്ക് ദൂരീകരിക്കാൻ സാധിക്കും ഇങ്ങനെയൊരു യജ്ഞം കൊണ്ട്. വരാൻ വൈകിയതിൽ സദയം ക്ഷമിക്കുക. ചെറിയ ഇപ്പോഴത്തെ ഡൽഹി ട്രാഫിക് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. നാളെ മുതൽ അതുണ്ടാവില്ല. നമുക്ക് വിഷയത്തിലേക്ക് പ്രവേശിക്കാം. ഒപ്പം ഈ ജ്ഞാനയജ്ഞം വളരെ മനോഹരമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ഗീത പഠിക്കേണ്ടതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് രേഖാജി പറയുകയും ചെയ്തു. കാരണം നമുക്ക് വലിയ സന്തോഷമുണ്ട് അമ്മ അത് ഉദ്ഘാടനം ചെയ്ത്. അവരുടെ നമ്മൾ ഇതൊക്കെ പകർന്നു നൽകുന്നതിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ എപ്പോഴും ഓർക്കാറുണ്ട്. പിന്നെ പല ആളുകൾ ഇപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അവരുടെ അവരെ പോലുള്ളവർ ഒക്കെ ഇത് കിട്ടുന്നത്. ഇപ്പം ലേഖാജിയുടെ കാര്യത്തിൽ നമുക്ക് അറിയുന്നതെന്ന് അച്ഛൻ ഇതില് പൂജ്യ സ്വാമിജിയായിട്ട് ചിന്മയാനന്ദ സ്വാമികളുടെ വളരെ അടുത്ത ഒരു ഡിവോട്ടിയായിരുന്നു.